കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും വഴി വരത്തില്ല. ഓരോ ദിവസവും കർത്താവ് ചെയ്യുന്ന നന്മകളെ ഓർത്ത് കർത്താവിന് വേണ്ടി ജീവിക്കുവാനിടയായി തീരട്ടെ. പാട്ടുകളെ പാടി കർത്താവിന് മഹത്വപ്പെടുത്താം. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശുവേ എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നിൻ ദാനം ഞാൻ അനുഭവിച്ചു,
സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ച. വായ്കളെ തുറന്ന് നിന്ദാനം അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് ഹല്ലേലൂയ പറയാമോ? എന്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നെന്നും സ്തുതി നിനക്കേ. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നെന്നും സ്തുതി നിനക്കേ. ആരാധന അങ്ങയ്ക്കേ, 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 ആരാധന അങ്ങയ്ക്കേ. എൻ്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എൻ്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥാ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥാ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്കേ, 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 ആരാധന അങ്ങയ്ക്കേ. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൻ നിഴലിൽ ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങയ്ക്കേ, ആരാധന അങ്ങയ്ക്കേ, ആരാധന അങ്ങയ്ക്കേ, ആരാധന അങ്ങയ്ക്കേ, ആരാധന അങ്ങയ്ക്കേ, ആരാധന അങ്ങയ്ക്കേ,
ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. എൻ്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. എൻ്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനെ എന്നെന്നും സ്തുതി നിനക്കേ. മഹിമയും ബലവും നിറഞ്ഞവനെ എന്നെന്നും സ്തുതി നിനക്കേ. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിടുമ്പോൾ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിടുമ്പോൾ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അഗ്നിയിൽ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ കൂടെയുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ കൂടെയുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും,
സാത്താന്റെ പ്രവർത്തികൾ തകർന്നിടും. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവ്. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. 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 കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. 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 കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ റിയാന്താ സെറ്റേരി വൈഡം ചാരബലാരകേരബല ശംതാര റിയാന്താരാല ശുഡമന വൈഡം ചാരം രഗതം 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 റിമനബല ശംതാര ചൂടാരാ റിബോരോ ചോറികതാരമന വൈഡാരാ താര ചൂടാരാ തേരേലേ ബോരോ റിയാന്താരാല ശുഡമന വൈഡം ചാരം രഗതം 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 റിമനബല ബല 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 റിമാന ഷെറ്റേരി വൈഡം ചാര റികതാരഗത ലാബ്രോ സെറ്റേരി ബോരോച്ചോ റിയാന്താരാല ബര ചൂടാമാന റിബോരോ ചോരോലോ രഗൽ കരാല പരിമന ബല ബല ശുഡാരാ താരാല ബര റിമനാല സുരബല വൈഡരശസി റിക്കാരാ താരാല മാന ചൂടമാന റിയാന്തേരിയ ലാബ്രോ സെറ്റേരി ഖാരാ താരാല റിയാന്തേരിയ ലാ ഷറ്റാര റിബോരോ ചോരോലോബോ റിമാനാല ചൂടബാര റിയാന്തേരിയ ലാബ്രോ ഷൈഡബല ശുഡമന രഗൽ കരാലബ റിമാനാല ധൂരമാന രഗൽ കരാലബ റിമന ബര ബര ബല റിബോരോ ചോരോലോ റിയാന്തേരിയ ലാ സറ്റേരി റിബാര ഷെറ്റേരി ഖരാലബാര വൈഡമന ശുഡമന റിയാന്തേരിയ ലാബ്രോ സെറ്റേരി ബോരോ ചോരോലോബോ റിയാന്താരാല ബര ശുഡമാന രഗൽ കരാലബ റിമാനാല ധൂരമാന റിയാന്തേരിയ ലാ ഷറ്റാര റിബോരോ ചോരോലോ റിയാന്താരാല മാന രഗൽ കരാലബ റിമന ബര ബല ബല ശുഡമന റിയാന്തോരോലോ ബോരോ വൈഡരശസി രാദൽ പ്രൈഡബല ശുഡാരാ താരാലബ റിമാനാല ധീരി ബാര ധൂരമാന റിയാന്താരാല ബര ശൂഡരാ തേരിയ രഗൽ കരാലബ റിമന ബര ബല ചിബര രബന റിമനോ രഗത ലാബ്രോ ഷെറ്റേരി ബോരോ തോരോലോബോ റിയാന്താരാല സെറ്റേരി ബോരോതോ ലാബ്രോ ഷെറ്റേരി മനാലബ വൈഡരശസി രഗൽ കരാലബ റിമന ചിബല ബര ശുഡാരാ തേരിയ വൈഡമന ശുഡമന രഗൽ കരാലബ റിമാന ധൂരാല ഥരാലബ റിയാന്താരാല ബര ശുഡമന വൈഡം ചാരബല റിമോനോ ചോരോലോബോ രഗൽ കരാലബ റിമന ബര ശുഡാരാ തേരിയ വൈഡം ചാരബല ശുഡമന റിയാന്തോരോലോബോരോ ലാബ്രോ സെറ്റേരി ബാര താരാമാന രഗൽ കരാലബ റിമന ബല ശുഡമന റിയാന്തേരിയ ലാബ്രോ സെറ്റേരി മന ബല ശുഡമന വൈഡരശസി റിയാന്താരാല ബര ശുഡമന റിയാന്തോരോലോബോ ചിബാല ബാര റിയാന്താരാല ബര ശുഡമാന വൈഡമന ശുഡമന രഗൽ കരാലബ ലാ സറ്റാര റിബോരോ ചോരോലോബോ റിയാന്താരാല ബര ശുഡമന രഗൽ കരാലബ റിമാനാല സെറ്റേരി ബോരോ ചോരോലോബോ.
23-ാം സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയാപിൾപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപഥകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമുക്ക് ദൈവത്തെ ഒന്നുകൂടി മഹത്വപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ. സഭാ ആരാധനയെ നമുക്ക് കടന്നു വരുവാൻ ഇന്ന് പകൽക്കാലം ആ ദൈവിക സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിപ്പാൻ കഴിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയാം. പല ആവശ്യഭാരത്തോടു കൂടി ആയിരിക്കുന്നവരുണ്ട്. അപ്രകാരമുള്ള പ്രിയപ്പെട്ട മക്കളുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വലിയ മഹത്വം ഇറങ്ങി വരുവാൻ, ഇന്ന് കേൾക്കുവാനിരിക്കുന്ന തിരുവചനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം, അഭിഷിക്തനെ ബലപ്പെടുത്തുവാനായിട്ട്. ആമേൻ. വചനം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാക്കി തീർക്കുവാൻ തക്കവണ്ണം നിലവാരത്തിൽ ഇന്നത്തെ ശുശ്രൂഷ മാറത്തക്ക രീതിയിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഈ പകൽക്കാലം വെളിപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പകൽക്കാലം വായികളെ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. ആരും തന്നെ മൗനമായിരിക്കരുത്. ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹവും ശാന്തവുമേറിയ പകൽവേളയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും ഒരു ശബത്ത് ദിവസം കൂടെ കാണുവാൻ തക്കവണ്ണം നാഥ ഞങ്ങൾക്ക് ആലയത്തിൽ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സ്തുതിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും കൃപയൊരുക്കിയതിനായി നന്ദി പറയുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നതാ. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം എൻ്റെ കർത്താവ് അതിശയകരമായി അത്ഭുതകരമായി നമ്മെ വഴി നടത്തിയല്ലോ കർത്താവെ. ആമെ വീണു പോകാൻ വരുന്ന സാഹചര്യങ്ങളൊക്കെയും കർത്താവിൻ്റെ വലം കരം പിടിച്ച് വീഴാതോണം ഇതുവരെയും എൻ്റെ കർത്താവ് നടത്തിയതിനായി, ഞങ്ങളെ സൂക്ഷിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളെപ്പോലത്തെ അനേക സമശിഷ്ടങ്ങൾ കർത്താവെ ഈ സമയം നാഥ ആമേൻ ആശുപത്രിയുടെ പല ഭാഗങ്ങളായി കടന്നുകൊണ്ട് നാഥ മരണത്തോട് മല്ലടിക്കുമ്പോൾ, അനേക ആയിരങ്ങൾ തങ്ങൾക്കൂടെ മരണത്തിൽ ഏൽപ്പിച്ച് ദുഃഖാവസ്ഥയിൽ കഴിയുമ്പോൾ കർത്താവെ ആമേ മറ്റനേകം പേർ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ദേശം വിട്ട് അകന്നു പോയപ്പോൾ കർത്താവെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും അതിശയകരമായി അത്ഭുതകരമായി ഓരോ ദിവസവും കരുതുന്ന കാക്കുന്ന കൃപകൾക്കായി നന്ദി പറയുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങളെ നടത്തിയ എല്ലാ വഴികൾക്കായും നന്ദി പറയുന്ന കർത്താവെ. നൽകിയ സകല നന്മകൾക്കായും നന്ദി പറയുന്ന പരിശുദ്ധാത്മാവെ. ഇതുവരെയും ഞങ്ങളെ കരുതിയതിനായി കർത്താവ് ഞങ്ങളുടെ ആയുസ്സിനൊരു ദോഷവും സംഭവിക്കാതെ വേണം ആമേൻ ഈ നിമിഷം വരെയും എൻ്റെ കർത്താവ് ഞങ്ങളെ കർത്താവെ അനുദിനം സൂക്ഷിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ. വീണ്ടും ഞങ്ങൾക്ക് കർത്താവെ നിൻ്റെ പാദപീഠത്തിൽ വന്നിരുന്നുകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ തക്കോണം ആമേൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങേ സ്തുതിപ്പാൻ തക്കോണം കർത്താവെ. ഇപ്രകാരം ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നത. ഈ പകൽക്കാലം കർത്താവെ ഞങ്ങൾ ആരും വന്നതല്ല, എൻ്റെ കർത്താവ് ഞങ്ങളെ ആമേൻ കൊണ്ടുവന്നതാണ് പരിശുദ്ധാത്മാവെ. അങ്ങനെയെങ്കിൽ അങ്ങയുടെ വലിയ പ്രവർത്തിയും ആമേൻ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ. അങ്ങയുടെ മഹത്വം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ. അടിയറതായി അനുഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത പരിശുദ്ധാത്മാവെ. ഈ ജനത്തിൻ്റെ ഇടയിൽ വൻ കാര്യത്തെ പകൽക്കാലം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ കർത്താവെ. ഇവിടെ കണ്ണുകളെ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ ദൈവിക ആമേൻ സാന്നിധ്യം അനുഭവിക്കുന്ന നിലവാരത്തിൽ ആമേൻ കർത്താവ് ഈ പ്രിയപ്പെട്ട മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ സന്നിധിയിലിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നിമിഷം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വലിയ ദൈവപ്രവൃത്തി, ഇതുവരെയും അനുഭവിക്കാത്ത വലിയ ദൈവിക സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഞങ്ങൾ കർത്താവെ അത് രുചിച്ചറിയുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്രകാരം എൻ്റെ കർത്താവിൻ്റെ വലിയ കൃപ ആമേ വലിയ കരം ഞങ്ങളുടെ ഇടയിൽ വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ രോഗത്താൽ കടന്നു വന്നവരുണ്ട് കർത്താവെ, ഭാരത്തോടു കൂടെ ആയിരിക്കുന്നവരുണ്ട് കർത്താവെ. ആമൻ ആരോടും തുറന്നു പറയുവാൻ കഴിയാതോണം ഹൃദയഭാരത്തോടു കൂടെ ആയിരിക്കുന്നവരുണ്ട്. ആമൻ ഓരോ ഉള്ളങ്ങളെയും എൻ്റെ കർത്താവ് അറിയുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പരിശുദ്ധാത്മാവ്. ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന കർത്താവ്, ആമേൻ എൻ്റെ ഉൾപ്പുകളെ ആരാഞ്ഞറിയുന്ന കർത്താവ് ഈ പകൽക്കാലം നമ്മുടെ നടുവിൽ ഏർപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ. ആമേ അപ്രകാരം വേദനയോടുകൂടെ ഭാരത്തോടുകൂടെ ആയിരിക്കുന്ന പ്രിയ ജനത്തിനിടയിൽ കർത്താവിൻ്റെ വലിയ കരം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞാൻ നിനക്ക് എന്ത്
ചെയ്തു തരേണ്ടു എന്നുള്ള ആ ഇൻപ ശബ്ദത്തിന് പരിശുദ്ധാത്മാവേ ഈ പകൽക്കാലം അടിയങ്ങൾ കാതോർത്തിരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വലിയ പ്രവർത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ ഇടയിൽ കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഈ പകൽക്കാലം സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളോട് മനസ്സലിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ വന്ന അവസ്ഥയിലല്ല പരിശുദ്ധാത്മാവെ മടങ്ങിപ്പോകുമ്പോൾ അമ്മ പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ച് അമ്മ സന്തോഷത്തോടുകൂടെ കർത്താവെ ഉല്ലാസത്തോടുകൂടെ മടങ്ങിപ്പോകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഭാരപ്പെടുന്ന ഹൃദയങ്ങളുടെ മേൽ ദൈവിക സമാധാനത്തെ അയക്കണമേ. ലോകം തരുന്ന സമാധാനമല്ല ആമേ, നിത്യമായ സമാധാനത്താൽ പ്രിയപ്പെട്ട മക്കളെ ആശ്വസിപ്പിച്ച് മടക്കി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിൻ്റെ വലുത് ആമേ ഇതിനകത്ത് ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിനകത്ത് കർത്താവെ നിറഞ്ഞു കവിയുന്ന ആത്മാക്കളെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേ സ്ഥലം പോരാതെ വണ്ണം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദേശത്തിൻ്റെ നടുവിൽ നിന്ന് ഒരു കൂട്ടം ആത്മാക്കളെ ഇതിനകത്ത് കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അപ്രകാരം ഈ നാളുകൾ ചെയ്യുവാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കർത്താവെ ആമേ ആലയം നിറഞ്ഞ് കവിയുന്ന അളവിൽ ആത്മാക്കളെ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ആരാധിപ്പാൻ തക്കോണം കർത്താവെ ആമേ തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ആമേ കർത്താവ് തൻ്റെ ജനത്തെ കൊണ്ടുവരുമാറാകണമേ. ആമേൻ, അതിന് വിരോധമായി പോരടിക്കുന്ന എല്ലാ ഭരവോന്യ ആത്മാവിനെയും ഈ പകൽക്കാലം പൂർണ്ണമായി നീക്കി എൻ്റെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നാളുകളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ആമേൻ ആ വിഷയത്തിന് മധ്യേ പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന പരിശുദ്ധാത്മാവേ, ഈ ആലയത്തിനകത്ത് നടക്കുന്ന ഓരോ കൂട്ടായ്മകളും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാക്കി എൻ്റെ കർത്താവ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. നടന്നു വരുന്ന ആമേൻ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുവാനിരിക്കുന്ന മീറ്റിങ്ങുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന അഭിഷിക്തന്മാർ കർത്താവേ ആമേൻ ഞങ്ങളുടെ ആലയത്തിനകത്ത് കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആ ശുശ്രൂഷകളൊക്കെയും ഞങ്ങളുടെ ദേശത്തിന്, ഞങ്ങളുടെ സഭയ്ക്ക്, ഞങ്ങളുടെ ഓരോ വ്യക്തിപരമായ ജീവിതങ്ങളിലൊക്കെയും വലുത് പ്രവർത്തിക്കുമാറാകണമേ, വൻ കാര്യത്തെ ചെയ്തെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേൻ കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്കകത്തുള്ള ആമേൻ സൺഡേ സ്കൂളിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതങ്ങൾ വചനം കേട്ട് കർത്താവ് നശിച്ചു പോകുന്നവരല്ല ആമേൻ കർത്താവേ, അവർ ആത്മാവിൽ ഓരോ ദിവസവും ആമേൻ ബലപ്പെടുവാൻ തക്കവണ്ണം കർത്താവേ ദൈവ സ്നേഹം തിരിച്ചറിയുന്ന മക്കളായി വളർന്നു വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിനകത്ത് അനേക യൗവനക്കാരെ കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആലയത്തിനകത്ത് കർത്താവേ ആലയത്തിന് നെടും തൂണുകളായി നിൽക്കത്തക്ക നിലവാരത്തിൽ ദേശത്തിന് നടുവിൽ നിന്നും ഒരു കൂട്ടം യൗവനക്കാർ ഇതിനകത്ത് കൊണ്ടുവരുമാറാകണമേ. യൗവനകാലം അങ്ങേക്ക് വേണ്ടി കർത്താവേ ആമേ നാഥ ആമേ വിനിയോഗിപ്പാൻ സഹായിക്കുന്ന മക്കളാക്കി ഇതിനകത്ത് എൻ്റെ കർത്താവ് ആമേ കർത്താവ് പ്രകാരമുള്ള മക്കളെ കൂട്ടിവരുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പരിശുദ്ധാത്മാവേ ആമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ലീഡേഴ്സ്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആമേൻ ഓരോ മക്കളെയും കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ കർത്താവേ, ഈ നാളുകൾ സഭയ്ക്കകത്ത് നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളും എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആമേൻ ജനത്തിന് ഇടയിലുള്ള എല്ലാ ഭിന്നതകളും മാറിപ്പോകട്ടെ. ആത്മാവിൽ ആമേൻ കർത്താവ് ഒരുക്കമുള്ളവരായി ആമേൻ കർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആമേൻ കർത്താവ് ആത്മാവോടുകൂടെ ഒരുമിച്ച് സഭയ്ക്കകത്ത് ആയിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആമേൻ കർത്താവ് ദൈവ സ്നേഹം ഓരോ ഹൃദയങ്ങളിലും നിറഞ്ഞു നിൽപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാ ഭിന്നതകളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവ പ്രവൃത്തി ചലിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവ് ഞങ്ങളുടെ അഭിഷിക്തനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പകൽക്കാലം എൻ്റെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കുമാറാകണമേ. നിന്റെ വചനവുമായി എഴുന്നേൽക്കുമ്പോൾ ദൈവ പ്രവൃത്തി ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ അനുഭവിച്ചതുപോലെ ഇന്നലെ വരെ ഞങ്ങൾ അനുഭവിച്ചതുപോലെ അല്ല കർത്താവേ, ഈ പകൽക്കാലം അഭിഷിക്തനിലൂടെ കർത്താവേ വൻ കാര്യത്തെ ചെയ്തെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ ദൈവ പ്രവൃത്തി യഥാർത്ഥമായി അഭിഷിക്തനിലൂടെ കർത്താവ് ഇന്ന് പകൽക്കാലം ആമേ വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഹൃദയങ്ങളോട് സംസാരിക്കണമേ ആമേ കർത്താവ്. വചനം കർത്താവേ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന നിലവാരത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവേ ആമേ കർത്താവ് കേൾക്കുന്ന ഇടങ്ങളിൽ ആമേ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ കർത്താവേ ആമേ കർത്താവേ ഹൃദയത്തിൽ കുത്തുകൊണ്ട് കർത്താവേ ആമേ കർത്താവേ ജനം മാനസാന്തരപ്പെട്ടതുപോലെ ഒന്നുകൂടെ കർത്താവേ ആമേ മാനസാന്തരത്തിന്റെ അവസ്ഥയിൽ ഞങ്ങളെ കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആമേൻ അഭിഷിക്തനെ ആത്മാവിൽ ബലപ്പെടുത്തുമാറാകണമേ. അനേകം ശുശ്രൂഷ വാതുകൾ തുറന്നു കൊടുക്കുമാറാകണമേ. അഭിഷേകത്തിന്റെ അളവറ്റ സാന്നിധ്യം കൊണ്ട് ആമേ മൂടി മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി തന്നെ അനുഗ്രഹിക്കണമേ. ആമേ പരിശുദ്ധാത്മാവെ കാൽ ചവിട്ടുന്ന ദേശം ആമേൻ കൺപാർക്കുന്ന ദേശം കർത്താവിന് വേണ്ടി അവകാശം പറഞ്ഞ് നേടിയെടുപ്പാൻ തൻ്റെ മക്കളെ
ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുടുംബമായി അനുഗ്രഹിക്കണമേ, പൈതന്നെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ. ഈ നാളുകൾ ആത്മീകമായും ഭൗതികമായും നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എൻ്റെ കർത്താവ് നമ്മെ ബലപ്പെടുത്തുമാറാകണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എൻ്റെ കർത്താവിൻ്റെ വല്ലഭത്വമുള്ള സാന്നിധ്യം ആമേ കർത്താവ് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധനെ. ആമേ ഞങ്ങൾക്ക് കർത്താവേ ആമേ മറ്റൊരു ആലയം ഞങ്ങൾക്ക് തരുമെന്നുള്ള വാഗ്ദത്തം അതിവേഗത്തിൽ പൂർത്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാവശ്യമായിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരുമാറാകണമേ. ആമേൻ അഭിഷേകത്തിന് മറ്റേ ദൈവ പ്രവൃത്തി ആമേ വേഗം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വിശാലമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അനേക മക്കൾ കൂടി വന്നിരുന്ന് കർത്താവിനെ ആരാധിപ്പാനായി കർത്താവേ ആമേൻ എൻ്റെ ദൈവം അപ്രകാരം ഞങ്ങൾക്ക് കർത്താവെ വാഗ്ദത്തം ചെയ്ത ആമേ കർത്താവെ പ്രവൃത്തി വേഗം വെളിപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിനകത്തെ കർത്താവെ വിശ്വസ്തരെ എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ കർത്താവെ വിശ്വാസത്തോടു കൂടെ കർത്താവെ ആമേ കർത്താവ് നിൽപ്പത്തക്ക നിലവാരത്തിൽ ഒരു കൂട്ടം വിശ്വസ്തന്മാരെ ഇതിനകത്തുനിന്ന് ആമേ എഴുന്നേറ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അന്ത്യത്തോളം ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന കർത്താവെ ആമേ മാനുഷിക മുഖം നോക്കിയല്ല ദൈവ മുഖം നോക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി ആമേ കർത്താവെ അന്ത്യത്തോളം നിൽക്കുന്ന ഒരു കൂട്ടം മക്കളെ ഞങ്ങൾക്ക് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിൽക്കുന്നവർ വീഴാതവണ്ണം ഉറച്ചു നിൽപ്പാൻ സഹായിക്കണമേ. ആമേ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ പ്രവൃത്തി അഭിഷേകത്തിന് മധ്യേ ചലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേ കർത്താവ് ദേശങ്ങളിൽ നടക്കാൻ പോകുന്ന എല്ലാ കൺവെൻഷൻ യോഗങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവ് നിന്റെ നാമത്തിൽ കർത്താവ് ഓരോ ദേശങ്ങളിലും കാൽ ചവിട്ടുമ്പോൾ അതിനകത്ത് നിന്നും ഒരു കൂട്ടം വ്യക്തിത്വങ്ങൾ എൻ്റെ കർത്താവിൻ്റെ നേടിയെടുപ്പാൻ എൻ്റെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേ ശേഷിച്ച സമയം കൂടെ ഇരിക്കുമാറാകണമേ. ഇന്ന് പകൽ കടന്നു വന്ന എല്ലാ മക്കളെയും അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇവർക്കൊരു വ്യത്യസ്ത അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേ ദൈവിക സാന്നിധ്യം കൊണ്ട് മൂടി മറക്കണമേ. പ്രാർത്ഥനയുടെ മഹത്വം കർമ്മയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകാൽ ഈ മാസം തയ്യാറെടുപ്പിൻ്റെ മാസമായിട്ടാണ് നമുക്ക് ഈ സഭയ്ക്ക് കർത്താവ് തന്നിരിക്കുന്ന വചനം. അതിനകത്തായിരിക്കുന്ന നിങ്ങളുടെ ആത്മീക ജീവിതത്തിനകത്തും ഭൗതിക ജീവിതത്തിനകത്തും കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ തയ്യാറെടുക്കുന്ന മാസമായി ഈ മാസം മാറ്റണം. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ഉയർച്ച വരുവാൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് കണ്ടിരിക്കുന്ന ഒരു നിയോഗമുണ്ട്. ആ നിയോഗത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം ചില വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം കർത്താവിൻ്റെ വലിയ കാര്യം ഇതിനകത്ത് ചലിക്കുവാൻ എല്ലാവരും പ്രാർത്ഥനയാലായിരുന്നാൽ ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് മറ്റൊരു ലെവലിലേക്ക് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? അതിനകത്ത് നിങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എന്നെ കർത്താവ് ഉപയോഗിക്കും, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എന്നെ പ്രയോജനപ്പെടുത്തുമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കർത്താവ് അങ്ങനെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഈ സമയത്ത് ദൈവത്തിൻ്റെ അസാധാരണമായ ഒരു പ്രവൃത്തി ഈ സഭയ്ക്കകത്ത് ഇപ്പോൾ നടക്കട്ടെ. ഇതിനകത്തായിരിക്കുന്നവരുടെ മേൽ, എല്ലാവരുടെ മേലും ദൈവസാന്നിധ്യം വെളിപ്പെട്ട് അതിലുപരിയായി ചിലരുടെ മേൽ ദൈവത്തിൻ്റെ അസാധാരണമായ മഹത്വം ഇപ്പോൾ വെളിപ്പെടുവാൻ, ഇന്ന് വരെ കാണാത്ത രീതിയിൽ ചില വ്യക്തികൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ, ഇന്ന് ഈ പകൽക്കാലം ഈ സഭയുടെ റേഞ്ച് അങ്ങ് മാറ്റുവാൻ പോകുമ്പോൾ, അപ്പോൾ ഉണർവിന് വേണ്ടി ഈ സഭയെ അങ്ങ് കണ്ടിരിക്കുമ്പോൾ, ഉണർവിന് വേണ്ടി അഭിഷിക്തനായി എന്നെ കണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ, വീണ്ടും അപ്പോസ്തല പ്രവർത്തികൾ റീക്രിയേറ്റ് ആകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അസാധാരണമായ മഹത്വം ഇതിനകത്ത് വേണം കർത്താവെ. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇറങ്ങണം കർത്താവെ. കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ അവർ ഇന്ന് വരെ ചെയ്യാത്തത് ചെയ്തതുപോലെ ചില ദൈവത്വത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചില വ്യക്തികളെ ഈ സമയം ഒരുക്കണം. ഈ സമയം അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങട്ടെ കർത്താവെ. അഗ്നിയാലുള്ള ഒരു അഭിഷേകം ഇപ്പോൾ ചില വ്യക്തികളെ ചലിപ്പിക്കണം. ഇപ്പോൾ ചില വ്യക്തികളുടെ മേൽ അഗ്നിയാലുള്ള ഒരു അഭിഷേകം, ഇതുവരെ നിന്റെ ശരീരത്തിൽ വെളിപ്പെടാത്ത രീതിയിൽ ദൈവത്തിൻ്റെ മഹത്വം ഇപ്പോൾ ചില വ്യക്തികളെ ഗ്ലോറി എൻകൗണ്ടർ നടത്തുന്നു. ഗ്ലോറിയുമായ ഒരു കൂട്ടുമുട്ടൽ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം, മഹത്വത്തിനകത്തേക്ക് ചില വ്യക്തികളെ കർത്താവ് നടത്തുന്നു. ചില വലിയ ദർശനങ്ങളെ കാണുവാൻ കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇതിനകത്ത് കർത്താവ് ഒരു വലിയൊരു മേഖല തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച ഇതിനകത്ത് നടന്ന ആരാധനയുടെ മധ്യ വെച്ച് കർത്താവ് ഇതിനകത്ത് ഹെവൻലി പോർട്ടൽ തുറന്നതായി
സ്വർഗീയ കവാടം തുറന്നതായി എന്നോട് കർത്താവ് സംസാരിച്ചു. ഞാൻ വിശ്വസിക്കുന്നു അന്ന് മുതൽ ഇന്ന് വരെ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവർ പുതിയ ദർശനങ്ങളും വെളിപ്പാടുകളും പ്രവചന ശബ്ദങ്ങളും കേൾക്കുന്നത് പോലെ ഇന്ന് ദൗത്യത്തിനുള്ള ചില തലമുറകളെ കർത്താവ് എഴുന്നേൽപ്പിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചില വലിയ കാര്യങ്ങളെ ഇതുവരെ ആരോടും സംസാരിക്കാത്തത്, ഇതുവരെ ആരോടും പറയാത്തത്, ഇതുവരെ ആരുടെയും ഹൃദയത്തിൽ തോന്നാത്തത്, ഇതുവരെ വചനത്തെ വിവേചിക്കാത്ത രീതിയിൽ ചില വ്യക്തികൾ ഇതിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഈ സീസണിൽ ഈ പകൽക്കാലം കർത്താവ് ചിലരെ ഒരുക്കുവാൻ പോകുന്നു. ഇന്ന് ഈ പകൽക്കാലം ദൗത്യത്തിന് വേണ്ടി ഒരുങ്ങുക, ദൗത്യത്തിന് വേണ്ടി ഒരുങ്ങുക, ദൗത്യത്തിന് വേണ്ടി ഒരുങ്ങുക. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുക. നിന്റെ മേൽ ദൈവത്തിൻ്റെ അസാധാരണമായ മഹത്വം. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാട്ടെ. എത്രത്തോളം സ്വീകരിക്കാൻ കഴിയുമോ അത്രത്തോളം സ്വീകരിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ സ്വീകരിച്ചാട്ടെ. നിന്നെ പൂർണ്ണമായി മാറ്റിയാട്ടെ. ഞാനല്ല കർത്താവേ, എന്നിൽ അങ്ങ് വളരണം കർത്താവേ, എന്നിൽ അങ്ങ് നിറയണം കർത്താവേ. അങ്ങ് എന്തിനു വേണ്ടി എന്നെ ഈ ലോകത്താക്കി വെച്ചിരിക്കുന്നു ആ നിയോഗത്തിലേക്ക്, ആ വാഗ്ദത്വത്തിലേക്ക്, ആ വലിയ പ്രയോജനത്തിലേക്ക്, കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ വിശ്രതിക്ക് വേണ്ടി, ഹാർവസ്റ്റിന് വേണ്ടി, ഉണർവിന് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും ആരാധിച്ചാട്ടെ, എല്ലാവരും ആരാധിച്ചാട്ടെ, എല്ലാവരും ആരാധിച്ചാട്ടെ, എല്ലാവരും ആരാധിച്ചാട്ടെ. ഉണർവിന് വേണ്ടി ചില വ്യക്തികളെ കർത്താവ് സെലക്ട് ചെയ്യുന്നു. ഉണർവിന് വേണ്ടി ചില വ്യക്തികളെ കർത്താവ് സെലക്ട് ചെയ്യുന്നു. നീ ഉണർവിനുള്ളവളാണ്, നീ ഉണർവിനുള്ളവനാണ്. ചിലരുടെ മേൽ ഇന്ന് പകൽക്കാലം ചില അധികാരങ്ങളെ കർത്താവ് കൈമാറും. അഭിഷേകത്തിന്റെ ഉണർവിന് ഉപയോഗിക്കേണ്ട ചില മാൻഡിലുകൾ ഈ പകൽക്കാലം ഈ സമയത്ത് തന്നെ ദൈവം ചില വ്യക്തികളുടെ മേൽ തന്റെ നിയോഗത്തെ കൈമാറുന്നു, നിയോഗത്തെ കൈമാറുന്നു. ഇതുവരെ ആയിരുന്നത് പോലെ ആയിരിക്കാതെ കർത്താവിനെ ആത്മാവിനും സത്യത്തിലും ആരാധിച്ചാട്ടെ. Receive the Holy Spirit. Receive the Holy Spirit. Oh, power, power, power. സ്വീകരിച്ചാട്ടെ, 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 സ്വീകരിച്ചാട്ടെ. നിന്റെ ശരീരം കൊണ്ട് താങ്ങുവാൻ കഴിയാത്ത ദൈവശക്തിയെ സ്വീകരിച്ചാട്ടെ. ആള് മാറുന്നു, ആള് മാറുന്നു, ആള് മാറുന്നു. നീ കഴിഞ്ഞ നാളിൽ കർത്താവ് പറഞ്ഞത്, കർത്താവ് ചെയ്തത് അനുസരണയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നെ മാറ്റുന്നു. കർത്താവ് നിന്നെ മാറ്റുന്നു. കർത്താവ് ചില വ്യക്തികളെ പൂർണ്ണമായി ആള് മാറ്റുന്നു. മാനുഷിക ബുദ്ധി മാറി വിശ്വാസ തലം വർദ്ധിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടെ ചില വ്യക്തികൾ എഴുന്നേൽക്കുവാൻ പോകുന്നു. മുന്നിൽ നിൽക്കുന്നത് മാനുഷ്യമായി ചിന്തിച്ചാൽ നടക്കാത്ത കാര്യമാണെങ്കിൽ പോലും, നിന്റെ മുന്നിൽ വരാൻ പോകുന്നത് മാനുഷ്യമായി ചിന്തിച്ചാൽ നടക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും, ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ആള് മാറിയവരെ പോലെ ചില വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ, രോഗശാന്തി, കൃപാവരങ്ങൾ, രോഗത്തിന്റെ മേൽ അത്യധിക ശക്തിയോടെ ചില വ്യക്തികളെ കർത്താവ് പുറത്തെത്തിക്കുവാൻ പോകുന്നു. ആർക്കും വിശ്വസിക്കുവാൻ കഴിയാത്ത ചില അത്ഭുതങ്ങൾ, ആർക്കും വിശ്വസിക്കുവാൻ കഴിയാത്ത ചില അടയാളങ്ങൾ, ദൗത്യത്തിന് വേണ്ടി ഒരുങ്ങിയ വ്യക്തികളെ കർത്താവ് പൂർണ്ണമായും ആള് മാറ്റി ഉപയോഗിക്കുന്നു. ഓ റിബ ബാബ റഹബ ദരു ദരു ധര ദൂര ധീര ദൂര ധര റിബ ദാരു ദല ഹദലു ദര ദുല ഹശദര ബലഹ ദുര റിതാലു ധാര ഹല ദൂര ധേര ദൂര ധീര ധാര ദൂര റിതാല ദുര ഹല ദുരേ ഹെറേ ദുലെ റിഖബാല ദൂര ധാരു ധേര ധാര ധാര റിഖബാല ദൂര ധീര ധാര ദൂര ധീര ധീര ധാര ദൂര ധാര ദൂര ധീര ധാര റിതാലോ ധാര ദുര ഹശബ
എത്രത്തോളം സ്വീകരിക്കുവാൻ കഴിയും അത്രത്തോളം സ്വീകരിച്ചാട്ടെ. കർത്താവ് ഇതിനകത്തുണ്ട്. തൻ്റെ ദൗത്യവുമായി ചിലരെ പറഞ്ഞയക്കുവാൻ തക്കവണ്ണം ചില വലിയ ദർശനങ്ങളിലൂടെ, ചില ദൂതന്മാരുമായുള്ള എൻകൗണ്ടറിലൂടെ, ചില ദൈവ മനുഷ്യന്മാരുമായുള്ള എൻകൗണ്ടറിലൂടെ പുതിയൊരു വാതിൽ സഭയ്ക്ക് വേണ്ടി ഒരു ഡോർ ഓപ്പൺ ആകുന്നു. സഭയ്ക്ക് വേണ്ടി ഒരു പുതിയ ഡോർ ഓപ്പൺ ആകുന്നു. ഇതുവരെ കാണാത്ത ചില ദൈവദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്നു. ഇതുവരെ കാണാത്ത ചില വലിയ പ്രവൃത്തികൾ ഇതിനകത്ത് നടക്കുന്നു. ഈ ഹാളിന്റെ അറ്റ്മോസ്ഫിയർ പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഉണർവ്, ഉണർവ്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ, മാനസാന്തരം ഉണ്ടാകുന്ന ഉണർവ്. ഇന്ന് പകൽക്കാലം ചില വലിയ മാൻഡേറ്റുകൾ ആരുടെ കരങ്ങളിലേക്ക് കർത്താവ് നൽകും. ചില അധികാരങ്ങളുടെ പകർച്ച ഇതിനകത്തുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം ഇതിനകത്തുള്ളതിനായി സ്തോത്രം പറയും. താങ്ക് യു ഫാദർ. അവരുടെ വലിയ പ്രവൃത്തി ഇതിനകത്തുള്ളതിനായി നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, ഇന്ന് ഈ പകൽക്കാലം ചില വലിയ കാര്യങ്ങൾ ഇതിനകത്ത് അങ്ങ് ചെയ്യുവാൻ പോകുന്ന നന്ദി. കഴിഞ്ഞ നിമിഷം കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് പറഞ്ഞത്, കർത്താവ് തന്നത്, കർത്താവിന് വേണ്ടി കൊടുക്കുകയും കർത്താവ് പറഞ്ഞതിന് പ്രകാരം നീ ജീവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദൗത്യത്തിൽ നിന്ന് കർത്താവ് നിന്നെ പിൻവലിക്കി കളയുകയല്ല. ഈ ദൗത്യത്തിലേക്ക് കർത്താവ് നിന്നെയും കരം പിടിച്ച് നടത്തും. സമയം നോക്കാതെ കർത്താവിന് വേണ്ടി നിന്ന വ്യക്തികളെ, സാമ്പത്തികം നോക്കാതെ കർത്താവിന് വേണ്ടി കൊടുത്ത വ്യക്തികളെ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചുമല് കൊടുത്ത വ്യക്തികളെ നോക്കി ഞാൻ ഇങ്ങനെ പ്രവചിക്കുന്നു, നീ ഈ സീസണിലുള്ളതാണ്. ദൈവസഭയെ സ്നേഹിച്ച, കർത്താവിനെ സ്നേഹിച്ച, കർത്താവിൻ്റെ അഭിഷിക്തന്മാരെ സ്നേഹിച്ച സഭയെ, കൂട്ടായ്മകളെ, വ്യക്തികളെ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, ഈ സീസൺ നിനക്കുള്ളതാണ്. ദൗത്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നിന്നെയും വിളിക്കുന്നു. കർത്താവിന് ചില വ്യക്തികളെ, ആത്മാർത്ഥമായി നിൽക്കുന്ന വ്യക്തികളെ ആവശ്യമാണ്. ഹാർവസ്റ്റ് അടുത്തിരിക്കുന്നു. അന്ത്യകാല ഉണർവിന് വേണ്ടി ചില വ്യക്തികളെ കർത്താവ് ഇന്ന് പകൽക്കാലം സെലക്ട് ചെയ്യുന്നു. അന്ത്യകാല ഉണർവിന് വേണ്ടി കർത്താവ് ചില വ്യക്തികളെ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നു. നീ കർത്താവിൻ്റെതാണെന്ന് തെളിയിക്കുന്ന സീസൺ നിന്റെ ദേശത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ടു പോകുവാൻ വേണ്ടിയല്ല നിന്നെ വിളിച്ചത്. ആരും അറിയാതെ ഒളിച്ചു താമസിക്കുവാനല്ല വിളിച്ചത്. ചിലരെ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. മറ്റുള്ളവരുടെ മുന്നേ, രാജാക്കന്മാരുടെ മുന്നേ കർത്താവിന്റെ ദാസന്മാരെ നിർത്തിയത് പോലെ സ്വീകരിച്ചോ. അത് നിന്നെ കുറിച്ചാണ്, ഇത് എന്നെ കുറിച്ചാണ്. ഞാൻ ഇതിനകത്തുള്ളതാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നിട്ടുള്ളതാണ്. ദൈവം പറഞ്ഞതനുസരിച്ചിട്ടുള്ളതാണ്. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാട്ടെ. ഓ റിഹബബബ റീതാലാദാരഹബശദല റിഹബബറദുലകശബ റിഹബലദുരഹ നമുക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഏലിയാവ്. ഏലിയാവ് എന്ന് പറയുന്ന ആ ദൈവഭൃത്യനെ 1 രാജാക്കന്മാർക്ക് എഴുതിയ പുസ്തകം, അതിനകത്ത് 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, 1, 17, 18, 19 ഒക്കെ വായിക്കുമ്പോൾ ഏലിയാവിനെയും
ഏലിയാവിൻ്റെ മേൽ വീണ നിയോഗത്തെയും അല്ലെങ്കിൽ ദൗത്യത്തെയും അതിനുവേണ്ടി നിന്ന ഏലിയാവിനെയും കർത്താവ് ഉപയോഗിച്ച് നമുക്ക് ശക്തമായ രീതിയിൽ കാണുവാൻ കഴിയും. ഒരുവൻ്റെ മേൽ ഒരു നിയോഗം അല്ലെങ്കിൽ ദൗത്യം വീഴണമെങ്കിൽ അവനെ കർത്താവ് ചില പ്രക്രിയയിലൂടെ കടത്തിവിടും. ചിലപ്പോൾ ചില കഷ്ടങ്ങളിലൂടെ ആയിരിക്കാം. ദൈവത്തെ അറിഞ്ഞ വ്യക്തിയാണ്, പ്രാർത്ഥിക്കുന്നവനാണ്. ചിലപ്പോൾ ചില പ്രതിസന്ധികളുടെ മധ്യത്തിലായിരിക്കാം. ചിലപ്പോൾ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലായിരിക്കാം. താൻ ഏത് സാഹചര്യത്തിലൂടെ പോയാലും ദൈവം പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഉറപ്പായും ആ വ്യക്തിയെ കർത്താവ് തൻ്റെ ദൗത്യത്തെ ഏൽപ്പിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഏലിയാവ്. ഏലിയാവിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഏലിയാവിനെ കുറിച്ച് പല തവണ ഇതിനകത്ത് പലരും സംസാരിച്ചിട്ടുള്ളതാണ്. ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. ഏലിയാവിനോട് ദൈവാത്മാവ് അല്ലെങ്കിൽ കർത്താവ് യഹോവയായ ദൈവം എന്തു പറഞ്ഞാലും താൻ അനുസരിക്കും. ഇന്നിതിനകത്ത് ആരെങ്കിലും ഉണ്ടോ ദൈവം എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിയാട്ടെ. നിന്നെ കർത്താവ് ഉപയോഗിക്കും. ദൈവം പറഞ്ഞാൽ ഞാൻ അനുസരിക്കാം, എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിയാട്ടെ. നിന്നെ കർത്താവ് ഉപയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിന് ഉപരിയായി കർത്താവ് പറയുന്നത് ചെയ്യുവാൻ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഭയങ്കര ആഗ്രഹമാണ്. നമ്മളെപ്പോഴും പറയും നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കും? കർത്താവിന് വേണ്ടി ജീവിക്കും. എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് കർത്താവ് വേണ്ട, അല്ലെങ്കിൽ കർത്താവിനെ നമ്മൾ കളഞ്ഞു കളയും, ത്യജിച്ച് കളയും. പക്ഷേ നീ കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിന് പകരം കർത്താവ് നിന്നിലൂടെ ജീവിക്കുവാൻ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. മനുഷ്യൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ നീ കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിന് ഉപരിയായി നിന്നെ കർത്താവിൻ്റെ ഉപകരണമായി വിട്ടുകൊടുത്താൽ കർത്താവ് നിന്നെ ഉപയോഗിക്കും. എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും, എന്ത് പ്രതികൂല ഘട്ടത്തിലും, ഏത് സ്പിരിച്വൽ വാറിനകത്തൂടെ നീ കടന്നു പോയാലും അതിനകത്ത് നീ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ചിറകടിച്ച് പറന്നുയരുവാനുള്ള ദൈവശക്തി നിന്റെ മേൽ പകരും. ഹല്ലേലൂയ. ഇന്നീ പകൽക്കാലം നിങ്ങൾ അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ പൂർണ്ണമായും പൂർണ്ണ ഹൃദയത്തോടെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കൊതിച്ചുകൊണ്ട്, ആ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊതിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥനയോടായിരിക്കും. ഇന്ന് പകൽക്കാലം അങ്ങനെ ഉള്ളവർക്ക് ചില ദൗത്യങ്ങളെ കർത്താവ് ഏൽപ്പിക്കും. അതിനകത്ത് രാജാക്കന്മാരുടെ പുസ്തകം, 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 1-ാം വാക്യത്തിനകത്ത് പറയുന്നു, യഹോവ തന്നോട് പറഞ്ഞതുപോലെ ആഹാബ് എന്ന് പറയുന്ന രാജാവിൻ്റെ അടുക്കൽ വന്ന് ഏലിയാവ് പ്രവചിക്കുകയാണ്. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല. ആരുടെ മുന്നാണ്? ആഹാബിൻ്റെ മുന്നേ. ആഹാബിൻ്റെ ആ കാലത്തിലെ ഭാര്യ തൻ്റെ പ്രവാചകന്മാരെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവളാണ്. അത്രയും ഭീകരമായ ഭരണം നടക്കുമ്പോൾ ഒരു പ്രവാചകനായ ഒരു വ്യക്തിയോട് ദൈവം പറയുകയാണ്, നീ ചെന്ന് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഞാൻ പറയുന്നത് എന്ത് ചെയ്യണം? അതേപോലെ പ്രവചിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാക്ക് കേട്ട് ഏലിയാവ് പുറപ്പെട്ടു, രാജാവിൻ്റെ മുഖത്ത് നോക്കി പ്രവചിച്ചു. പ്രവചിച്ചിട്ട് അദ്ദേഹം മടങ്ങി പോന്നു. ദൈവം ബാക്കി പ്രവർത്തിച്ചു തുടങ്ങി. എൻ്റെ പ്രിയജനമേ, ഈ കാലയളവിലും ദൈവത്തിനൊരു വ്യക്തി ആവശ്യമാണ്. മനുഷ്യനിലൂടെ നടക്കേണ്ട പ്രവൃത്തിക്ക് വേണ്ടി മനുഷ്യനെ ദൈവം തിരക്കും. വിശ്വസ്തന്മാരെ കർത്താവ് ഈ നാളുകൾ തിരക്കുന്നുണ്ട്. അന്ത്യകാല ഉണർവിന് വേണ്ടി, ഹാർവസ്റ്റിന് വേണ്ടി നിനക്കൊരു വിശ്വസ്തനാകുവാൻ കഴിഞ്ഞാൽ ദൈവം ഇതുവരെ പറയാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരോട് പറയാത്തത്, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാത്ത, മറ്റുള്ളവരോട് സംസാരിക്കാത്ത, മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ചിന്തകളിലൂടെ നിന്നോട് കർത്താവ് ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ഇടപെടുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം നിന്നോട് എന്ത് പറഞ്ഞാലും അത് നടത്തുമെന്ന് പറഞ്ഞതുപോലെ ദൈവമാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയാൽ, ദൈവം നീയുമായി അത്രത്തോളം കൂട്ടായ്മയുണ്ടെങ്കിൽ,
അത്രത്തോളം ഇൻറ്റിമസി ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഹൃദയം നിന്റെ മേൽ കരം മാറുമ്പോൾ, കർത്താവിൻ്റെ ചിന്തകളിലൂടെ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ, സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ, വെളിപ്പാടിലൂടെ, ദൂതന്മാരിലൂടെ നിന്നോട് സംസാരിക്കുമ്പോൾ, മറ്റൊന്നും പറയാതെ നീ അതിനുവേണ്ടി മൂവ് ചെയ്താൽ ഈ നാളുകളിലെ ചരിത്രം നീയായി മാറും. പുതിയ നിയമ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറഞ്ഞ ചരിത്ര പുസ്തകമാണ്. പഴയ നിയമത്തിലും ചരിത്ര പുസ്തകങ്ങളുണ്ട്. അതിനകത്ത് ഓരോ വ്യക്തികൾ ചരിത്രമായി മാറിയത് അവർ തിരിച്ചൊന്നും ദൈവത്തോട് ചോദിച്ചില്ല. അവർക്ക് 100% ഉറപ്പുണ്ടായിരുന്നു അവരോട് സംസാരിച്ചത് പരിശുദ്ധാത്മാവാം ദൈവമാണെന്ന്. നീയും ദൈവവുമായ അത്രത്തോളം ഒരു ഇൻറ്റിമസിയിലേക്ക് പോകണം. ദൈവവും നീയുമായി അങ്ങനെ അത്രത്തോളം ഒരു ആഴമേറിയ ബന്ധത്തിലേക്ക് പോകണം. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നിനക്ക് ജീവിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം നിന്റെ ഭവനത്തിനകത്ത് നീ ഉണ്ടാക്കണം. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുന്നു. നീയും ദൈവവുമായി സംസാരിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകരുത്. നീ ദൈവത്തിന് വേണ്ടി കൊടുക്കാത്ത, സമയം കൊടുക്കാത്ത ഒരു മിനിറ്റ് പോലും നിന്റെ ജീവിതത്തിനകത്തുണ്ടാകരുത്. ദൈവത്തിന് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യനായി നീ മാറിയാൽ നിന്നോട് കർത്താവ് ഇറങ്ങി വന്ന് സംസാരിച്ചു തുടങ്ങും. ഹല്ലേലൂയ. വലിയ കരമാറ്റങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. പലരും പ്രാർത്ഥിച്ചിട്ടും പലരും യാചിച്ചിട്ടും ലഭിക്കാത്തത് നിന്റെ അടുക്കലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് നൽകും. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു അതിനുള്ള ചില പാത്രങ്ങൾ ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നീയാകുവാൻ, ഞാനാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് ആ പാത്രമായി നീ തീർന്നാൽ കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഈ സീസൺ നിന്റെ കരങ്ങളിൽ നിന്റെ പേരിൽ അറിയപ്പെടും. ഈ സീസണിൽ ഈ സഭയുടെ പേര് ചെറിയ രീതിയിൽ കർത്താവ് പുറത്തു കൊണ്ടുവരും. അത് വലിയ രീതിയിലേക്ക് ഈ നാളുകളിൽ മാറുകയും ചെയ്യും. ഓലത്താന്ന് ദേശത്തിനകത്ത് ഒരു ഉണർവിന് വേണ്ടി കർത്താവ് ഈ സഭയെ കണ്ടിരിക്കുന്നു. ഞാൻ ഉറപ്പായും വിശ്വസിച്ച് അതിനെ ഡിക്ലെയർ ചെയ്യുന്നു. ഈ സഭ ഈ നാളുകളിൽ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ, മറ്റുള്ളവരുടെ മേഖലകൾ, അതായത് ആത്മീക മേഖലയിൽ ഒരു ചലനമുണ്ടാക്കുന്ന രീതിയിൽ കർത്താവ് ഇതിനകത്തുള്ള ചില വ്യക്തികളിലൂടെ ഈ സഭയുടെ റേഞ്ച് കർത്താവ് മാറ്റുവാൻ പോകുന്നു. ചില വ്യക്തികളിലൂടെ, ചില ദൈവ മക്കളിലൂടെ, ദൈവദൂതന്മാരിലൂടെ ചില വലിയ പ്രവൃത്തികൾ ഇതിനകത്ത് വെളിപ്പെടുത്തി ഈ സീസൺ കർത്താവ് നമ്മുടെ കരങ്ങളിലേക്ക് തരുവാൻ പോകുന്നു. പ്രാർത്ഥിച്ച, കർത്താവിന് വേണ്ടി നിന്ന വ്യക്തികളാണെങ്കിൽ, കർത്താവുമായി അത്രത്തോളം ഒരു ഇൻറ്റിമസിയിലേക്ക് പോയ വ്യക്തികളാണെങ്കിൽ ഉറപ്പായും ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, അതിനകത്ത് നീയുണ്ട്. ഹല്ലേലൂയ. നിന്റെ ദേശത്തിനകത്ത് ക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ വാതിൽ തുറക്കുവാൻ ദൈവം നിന്നെ ആദ്യം അനുവദിക്കും. അങ്ങനെ ഏലിയാവിനോട് കർത്താവ് പറഞ്ഞു. ഏലിയാവ് അതേപോലെ ചെന്ന് എന്ത് ചെയ്തു? പ്രവചിച്ചു. തന്നോട് കർത്താവ് പറഞ്ഞതുപോലെ, യഹോവയായ ദൈവം പറഞ്ഞതുപോലെ താൻ കെരീത്ത് തോട്ടിൻ്റെ കരയിൽ ചെന്ന് കാത്തിരുന്നു. തനിക്ക് കാക്ക ഭക്ഷണം കൊണ്ടുവന്നു എന്നൊക്കെ തിരുവചനം പഠിപ്പിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, മഴയും മഞ്ഞും ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ക്ഷാമം ഏറി വന്നു. തോട്ടിലെ വെള്ളം എന്ത് ചെയ്തു? വറ്റിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ, സാറാഫാത്തിലെ ഒരു വിധവയോട് നിന്റെ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏലിയാവിനെ സാറാഫാത്തിലേക്ക് വിടുകയാണ്. അവിടെ നിന്ന് ഏലിയാവ് കർത്താവിൽ നിന്നുള്ള ശക്തി പ്രാപിച്ചുകൊണ്ട് തിരിച്ച് ആഹാബിൻ്റെ മുന്നേ വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ദൗത്യത്തിന് വേണ്ടി വിളിച്ചവനെ, ദൈവം തന്നിരുന്ന ദൗത്യത്തിന് വേണ്ടി വിളിച്ചവനെ, നിന്നെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, നിനക്കൊരു സീസൺ ഓപ്പൺ ആകുവാൻ പോകുന്നു. എല്ലാവരിൽ നിന്ന് മാറിയിരുന്ന, എല്ലാവരിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന, നീ പറഞ്ഞ വാക്കിലും നിന്റെ പ്രാർത്ഥനയിലും ദൈവശക്തി ചലിച്ചപ്പോൾ നിന്നെ മാറ്റി നിർത്തിയിരുന്ന ഒരു സീസൺ മാറ്റി പൂർണ്ണമായും എല്ലാവരും കാണത്തക്ക രീതിയിൽ വിസിബിളായി നിന്നെ നിർത്തുന്ന ഒരു സീസണിലേക്ക് ഏലിയാവേ നിന്നെ നിർത്തിയതുപോലെ ചില വ്യക്തികളെ കർത്താവ് ഈ ദിവസങ്ങളിൽ എല്ലാവരും കാണുക വിസിബിളായി ദൈവത്തിന്റെ പർവ്വതത്തിൽ നിർത്തുവാൻ പോകുന്നു. നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ വലിയ കരം ചലിക്കുമ്പോൾ നീ ദൈവം പറഞ്ഞതുപോലെ ആഹാബിന്റെ മുന്നേ വെളിപ്പെട്ടതുപോലെ, ഏലിയാവ് വെളിപ്പെട്ടതുപോലെ ചില വ്യക്തികളെ കർത്താവ് താൻ പറഞ്ഞ കാര്യത്തിന് പൂർത്തീകരണത്തിന് വേണ്ടി ചില ദേശങ്ങളുടെ നടുവേ തല ഉയർത്തി നിർത്തുവാൻ പോകുന്നു. ഹല്ലേലൂയ.
ആഹാബിനോട് നിന്ന് മുഖം കാണിച്ചിട്ട് ഏലിയാവ് പറയുന്ന കാര്യമാണ്. ബാലിന്റെ പ്രവാചകന്മാരെയും അശേര പ്രതിഷ്ഠകളുടെ പ്രവാചകന്മാരെയും ഇന്ന സ്ഥലത്ത് വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞിട്ട് ഏലിയാവ് അവരുമായൊരു കാര്യം തീരുമാനിക്കുന്നു. അവരുടെ ദൈവത്തെ എന്ത് ചെയ്യണം? അവർ യാഗത്തിലൂടെ വെളിപ്പെടുത്തണം. ഏലിയാവിൻ്റെ ദൈവത്തെ എന്ത് ചെയ്യും? ഏലിയാവും വെളിപ്പെടുത്തും. ബാക്കിയുള്ള ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ ഏലിയാവ് ദൈവം പറഞ്ഞ കാര്യത്തിന് വേണ്ടി പ്രിപ്പയറായി, ദൈവം പറഞ്ഞ കാര്യത്തിന് വേണ്ടി ദൈവം ആക്കി വെച്ച സ്ഥലങ്ങളിൽ വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് ഏലിയാവിൻ്റെ സീസൺ ഓപ്പൺ ആയപ്പോൾ മറ്റാർക്കും തടുക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഈ ദൗത്യത്തിന് വേണ്ടി, ഈ സീസണിന് വേണ്ടി കഴിഞ്ഞ അനേകം മാസങ്ങളായി, വർഷങ്ങളായി ദൈവകരങ്ങളിൽ സൂക്ഷിക്കുന്ന ചില വ്യക്തികളോട് ഞാൻ പ്രവചിക്കുന്നു. നിനക്ക് കഴിഞ്ഞ നാളിൽ വന്ന കഷ്ടം, നിനക്ക് കഴിഞ്ഞ നാളിൽ വന്ന സങ്കടങ്ങൾ, നിന്റെ ജീവിതത്തിനകത്ത് കഴിഞ്ഞ നാളിൽ വന്ന പ്രതികൂലങ്ങൾ നിന്റെ ദൗത്യത്തിൻ്റെ ഒരുക്കമായിരുന്നു. കർത്താവ് നിന്നെ ഒരുക്കുകയായിരുന്നു. പലപ്പോഴും നിനക്ക് തോന്നി നീ ക്ഷീണിച്ചു പോകുമെന്ന്, പലപ്പോഴും നിനക്ക് തോന്നി നീ വീണു പോകുമെന്ന്, പലപ്പോഴും നിനക്ക് തോന്നി നീ തകർന്നു പോകുമെന്ന്. ഇനി നിനക്കൊരു സീസണില്ല, അല്ലെങ്കിൽ നീ ഇനി അടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കില്ല, അടുത്ത് നിന്നെ തല ഉയർത്തി അല്ലെങ്കിൽ കൈ പിടിച്ച് നടത്തുവാൻ കഴിയില്ല എന്ന് വിശ്വസിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ഇന്ന് ഈ പകൽക്കാലം ഞാൻ പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് ഒരു പുതിയ സീസണിന് വേണ്ടി കർത്താവ് നിന്നെ കുറച്ച് നാളത്തേക്ക് തൻ്റെ ചിറകൻ മറവിൽ മറച്ചതാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് നിന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തുവാൻ പോകുന്നു. വിസിബിളായിട്ട് മറ്റുള്ളവർ കാണുക കർത്താവ് നിന്നെ നിർത്തും. നിന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഇവൻ ഇതെങ്ങനെ ചെയ്യുന്നുവെന്ന് നിന്റെ കൂടെ ഉള്ളവർ, നിന്റെ ചാർച്ചക്കാർ, ബന്ധുക്കൾ ചോദിക്കത്തക്ക രീതിയിൽ ചിലർ ഈ സീസണിൽ ഈ മഹാദൗത്യത്തിനകത്ത് കയറുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നിന്നോട് കർത്താവ് ഇടപെടുമ്പോൾ, ഇതിനകത്ത് ഇപ്പോൾ കർത്താവ് ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ ചില വ്യക്തികളോട് ഇടപെടുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അങ്ങനെ ഇടപെടുന്നവർ മൗനമായിരിക്കരുത്. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുവാൻ കഴിയുന്നവർ എഴുന്നേറ്റോ, അല്ലാത്തവർ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായും കൊടുത്ത് നീ സ്വീകരിക്കണം. കാരണം ഇത് നിന്നോടുള്ള ദൂതാണ്. ഇന്ന് ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഇന്ന് ഇതിനകത്ത് ചിലരെ വ്യത്യസ്തരാക്കുവാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ കർത്താവിന് വേണ്ടി നിന്ന, കർത്താവിന് വേണ്ടി ജീവിച്ച, കർത്താവ് കൊടുത്തത് മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ചില വ്യക്തികളെ കർത്താവ് ഈ ദിവസങ്ങളിൽ പൂർണ്ണമായും പുതിയ ഒരു തലത്തിലേക്ക് കയറ്റുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയതുപോലെ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അബ്രാഹാമിനെ കർത്താവ് വിളിക്കുന്നത്. തന്നെയും വിളിക്കുന്ന ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയാണ്. ജാതികളുടെ ഇടയിൽ നിന്ന്, ലോകപരമായി ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് തനിക്കൊരു ജനത്തെ സൃഷ്ടിക്കുവാൻ അബ്രഹാം എന്ന് പറയുന്ന ദൈവ മനുഷ്യനെ ദൈവം കണ്ടു. തന്നെ വിളിച്ച് വേർതിരിച്ച് തന്നോട് ദൈവം എന്തൊക്കെ പറഞ്ഞു അതുപ്രകാരം താൻ ജീവിച്ചു. തൻ്റെ ചാർച്ചക്കാരെയും ബന്ധുക്കളെയും എല്ലാവരും വിട്ടുകളഞ്ഞു. തന്നെ ദൈവം ആക്കി വെച്ച സ്ഥലത്തേക്ക് താൻ യാത്ര ചെയ്യുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ ജീവിതത്തിനകത്ത് ദൈവം തന്നോട് വാഗ്ദത്തം ചെയ്ത തൻ്റെ തലമുറയെക്കുറിച്ച് പല തവണ ക്ഷീണിച്ചപ്പോഴും അപ്പോഴൊക്കെയും ദൈവം ഇറങ്ങി വന്ന് തന്നെ ശക്തീകരിച്ചതിന് കാരണം താൻ ദൈവകരത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ സീസണിലാകട്ടെ, കഴിഞ്ഞ സീസണിലാകട്ടെ, നിങ്ങൾ ക്ഷീണിച്ചു പോയ സമയങ്ങളിൽ, തളർന്നു പോയ സമയങ്ങളിൽ നിങ്ങൾ വീണു പോകാത്തതിന് കാരണം ദൈവം നിങ്ങളെ തൻ്റെ പൊൻകരത്തിൽ താങ്ങിയതാണ്. നിങ്ങളുടെയോ എൻ്റെയോ പ്രാർത്ഥനാ ഗുണമല്ല, നിങ്ങളുടെയോ എൻ്റെ കഴിവല്ല. ദൈവം ഉറങ്ങാതെ മയങ്ങാതെ നിനക്ക് വേണ്ടി നിന്നതുകൊണ്ട് നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീണിട്ടും നിനക്കൊരു അനർത്ഥവും ഭവിക്കാതെ നീ ഇന്നും കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഇത് നീ കേൾക്കുന്ന ഈ നിമിഷം തന്നെ ഞാൻ നിന്നോട് വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതം കർത്താവിൻ്റെതാണ്. കർത്താവിന് ചില വലിയ കാര്യങ്ങൾ നിന്നിലൂടെ ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം അവന് ആദ്യം പേര് മാറ്റി. അബ്രഹാം എന്ന പേര് മാറ്റി അബ്രഹാം എന്നാക്കി. തൻ്റെ ജീവിതത്തിനകത്ത് സീസൺ തുറക്കേണ്ട സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം തന്നോട് ഇടപെട്ടു.
മമ്രയുടെ തോപ്പിൽ വെച്ച് തന്നോട് ദൈവം സംസാരിച്ചു. തന്നെ രാത്രികാലം കർത്താവ് വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് ആകാശത്തെ നക്ഷത്രങ്ങളെയും മണൽത്തരികളെയും കാണിച്ചു കൊടുത്ത് തനിക്ക് തൻ്റെ കുടുംബത്തിനകത്ത് വരാൻ പോകുന്ന തലമുറകളെക്കുറിച്ച് വിവരിച്ചു. തൻ്റെ ജീവിതത്തിനകത്ത് എത്രത്തോളം ദൈവമായുള്ള ബന്ധത്തിനകത്ത് നിൽക്കുവാൻ പറ്റുമോ അത്രത്തോളം നിന്നതുകൊണ്ട് തൻ്റെ നാലാമത്തെ തലമുറ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമായി തീർന്നെങ്കിൽ, എൻ്റെ പ്രിയ ജനമേ, നീ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് നിന്റെ തലമുറകളും ഈ നാളുകൾ അനുഗ്രഹിക്കാൻ പോകും. നീ മാത്രമല്ല അനുഗ്രഹത്തിന് യോഗ്യനായി മാറുവാൻ പോകുന്നത്, നിന്റെ തലമുറകളെ കർത്താവ് സീസൺ ചേഞ്ചിൽ ഉപയോഗിക്കും. പലരും ഇവൻ മദ്യപാനിയാണ്, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയുള്ളവനാണ്, ഇങ്ങനെയുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ ഈ സഭ അങ്ങനെയുള്ളവർക്ക് കൈ കൊടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. അങ്ങനെ കടന്നു വരുന്നവർ മാനസാന്തരപ്പെട്ട് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവനിലൂടെ ഒരു പുതിയ ചരിത്രത്തെ കർത്താവ് ഉണ്ടാക്കും. കാനാന്യ സ്ത്രീയെ കർത്താവ് ഉപയോഗിച്ചതുപോലെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചില വ്യക്തികളെ, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചില വ്യക്തികളെ, ഒരു വ്യക്തിയുടെ ചരിത്രം കർത്താവ് മാറ്റിയത് നിങ്ങൾക്കറിയില്ലേ? കല്ലറയിൽ താമസിച്ചവൻ, പിശാചിനാൽ ബാധിക്കപ്പെട്ടവൻ, അപ്പനും അമ്മയ്ക്കും പോലും സ്വീകരിക്കുവാൻ കഴിയാത്ത പുത്രനെ കർത്താവ് ഇറങ്ങിച്ചെന്ന് സ്വീകരിച്ചപ്പോൾ അവന്റെ മേൽ നിന്ന് പൈശാചിക സാന്നിധ്യങ്ങൾ പന്നികളുടെ മേൽ പോയപ്പോൾ അവൻ ആ ദേശത്തിലെ സുവിശേഷകനായി മാറിയതുപോലെ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ചരിത്രത്തെ, ആർക്കും വേണ്ട എന്ന് പറയുന്ന, ഇവൻ നന്നാവില്ലെന്ന് പറയുന്ന ചില വ്യക്തികൾ ഇതിനകത്ത് വന്ന് സ്നാനമേറ്റ് ഈ നാളുകളിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ പോകുന്നു. ഈ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ആ ദൈവശക്തി പല ഭവനങ്ങളുടെ അകത്തേക്ക് വീഴുന്നു. ചില ഭവനങ്ങളിലകത്തായിരിക്കുന്ന നീറുന്ന ഹൃദയമുള്ളവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ഇത് കേൾക്കുന്ന നിങ്ങളുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ചിലർ കർത്താവ് ശക്തമേറിയ രീതിയിൽ ഉപയോഗിക്കുവാൻ പോകുന്നു. ചിലർ ബൈബിളും എടുത്തുകൊണ്ട് എൻ്റെ യേശു എന്നെ രക്ഷിച്ചു എന്ന് പറയുന്ന രീതിയിൽ, ചിലർ ബൈബിളും എടുത്തുകൊണ്ട് എൻ്റെ യേശു എന്നെ രക്ഷിച്ചു എന്ന് പറയുന്ന രീതിയിൽ, എൻ്റെ യേശു എൻ്റെ കുടുംബത്തെ വിടുവിച്ചു എന്ന് പറയുന്ന രീതിയിൽ, ഞാൻ എൻ്റെ യേശുവിനെ അറിഞ്ഞത് കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർ സഭയുടെ അകത്തേക്ക് മാർവോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് വരുന്ന ഒരു കൂട്ടം യൗവനക്കാരെ സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവ് ചില വലിയ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നു. ഓ വിദ്യാഭ്യാസമില്ലെങ്കിലും യോഗ്യതയില്ലെങ്കിലും കർത്താവ് അവന് വേണ്ടി ഒരു പുതിയ ഹൃദയത്തെ പകരും. എൻ്റെ ജീവിതം ഇനി യേശുവിന് വേണ്ടി, ഞാൻ മരിച്ചാലും ജീവിച്ചാലും യേശുവിനെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ തിരുവചനത്തെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുവാൻ പോകുന്നു. വീട്ടുകാർക്കും അപ്പനും ചാർച്ചക്കാർക്കും ബന്ധുക്കൾക്കും പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ചിലരെ കർത്താവ് മാനിക്കുവാൻ പോകുന്നു. അപ്പന്റെ ഹൃദയമുള്ളവരെ ഇതിനകത്തുനിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കും. മക്കളെ എന്ന് ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന തലമുറ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കും. എന്തോ വലിയ കാര്യങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ സംഭവിക്കുന്നു. എന്തോ വലിയ കാര്യങ്ങൾ ആത്മീയ മേഖലയിൽ സംഭവിക്കുന്നു. സ്വർഗം തുറന്നിരിക്കുന്നു. ഹെവൻലി പോർട്ടൽ ഈ സഭയ്ക്കകത്ത് ഓപ്പൺ ആയിരിക്കുന്നു. ഓ കർത്താവിന്റെ വലിയ കാര്യം ഇതിനകത്തുണ്ട്. നിന്റെ ദേശത്തിനകത്ത് നീ ആയിരിക്കണം ഉണർവിന്റെ ആള്. മറ്റനേകരുണ്ടെങ്കിലും നിന്നോട് വേണം കർത്താവ് ആദ്യം സംസാരിക്കുവാൻ. ദൗത്യത്തിന് വേണ്ടി നീ അത്രത്തോളം ശക്തമേറിയ രീതിയിൽ ഒരുങ്ങണം. നിന്റെ ദേശത്തിന് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണം. നിന്റെ ദേശത്തിന് വേണ്ടി ആരോടൊക്കെ കർത്താവ് പറയുന്നു, നിന്റെ ദേശത്തിന്, നീ താമസിക്കുന്ന ദേശത്തിന് വേണ്ടി, ആ പട്ടണത്തിന് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണം. കർത്താവെ എനിക്ക് വേണ്ടി വഴി തുറക്കണം. എനിക്ക് വേണ്ടി ചില ഭവനങ്ങളുടെ വാതിലുകൾ തുറന്നു തരണം. എനിക്ക് വേണ്ടി കർത്താവ് ചില വലിയ കാര്യങ്ങൾ എന്നിലൂടെ ചെയ്യണം. ദൈവം എന്നിലൂടെ ജീവിക്കുന്നുവെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി എന്നിലൂടെ വെളിപ്പെടണം. ഈ ഉണർവിൽ എന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അബ്രഹാം അനുസരണ കാണിച്ചു. അനുസരണ കാണിച്ചവനോട് ദൈവം പ്രവർത്തിച്ചെങ്കിൽ
എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്നോടും ദൈവം പ്രവർത്തിക്കും. ഹാർവസ്റ്റിന് വേണ്ടി ദേശം ഒരുങ്ങിക്കിടപ്പുണ്ട്. ഉണർവിന് വേണ്ടി കാഹളമുതൻ ദൂതന്മാർ റെഡിയാണ്. അങ്ങനെ വിശ്വസ്തന്മാരുണ്ടെങ്കിൽ അപ്പാ എന്നെ അയക്കണമേ, എൻ്റെ ദേശത്തിൻ്റെ ഉണർവ് എന്നിലൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങും. ഇതുവരെ ആയിരുന്നതുപോലെയല്ല ഈ ഒക്ടോബർ മാസം. നിങ്ങൾ ഇതുവരെ ആയിരുന്നതുപോലെ ജീവിക്കുവാനും ഇനി കഴിയുകയില്ല. നിങ്ങളെ ദൗത്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കർത്താവിൻ്റെ മകനോ മകളോ ആണെന്ന് കർത്താവ് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ, ഉറപ്പായും ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതം ഈ നിമിഷം മുതൽ ചേഞ്ച് ആയിരിക്കും. അടുത്ത മണിക്കൂറുകളല്ല, അടുത്ത സെക്കൻഡുകളല്ല, ഇത് നീ എപ്പോൾ എന്നെ കാണുന്നു, എപ്പോൾ എന്നെ കേൾക്കുന്നു, ആ നിമിഷം മുതൽ നിന്റെ ജീവിതം ചേഞ്ച് ആയിരിക്കും. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. യാക്കോബ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാമല്ലേ? നമുക്കറിയാവുന്ന യാക്കോബ് തൻ്റെ ജ്യേഷ്ഠാവകാശമൊക്കെ തട്ടിയെടുത്ത, ജ്യേഷ്ഠൻ്റെ അനുഗ്രഹത്തെ അപ്പനിൽ നിന്ന് തട്ടിയെടുത്ത, എന്നിട്ട് അപ്പനെയും അമ്മയും വിട്ടുകളഞ്ഞ് ഓടിപ്പോയ വ്യക്തി. പക്ഷെ അവനും ദൈവവുമായി ഒരു എൻകൗണ്ടർ നടന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 11-ാം വാക്യം, അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കയറുകയും ഇറങ്ങുകയുമായിരുന്നു. 13, അതിന്മേലെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ, ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉണക്കമിടുന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പോകുന്നത് എങ്ങനെയാണ്? ഭാരത്തോടെ, സങ്കടത്തോടെ, അടുത്ത നിമിഷം എന്താകുമെന്ന് അറിയാൻ കഴിയാത്ത വ്യാകുലതയോടെ പോകുന്ന വ്യക്തിയുടെ മുന്നിലേക്ക് കർത്താവ് സ്വപ്നത്തിലൂടെ വെളിപ്പെടുകയാണ്. യാക്കോബ് കണ്ട സ്വപ്നം സ്വർഗത്തെക്കുറിച്ചായിരുന്നു. സ്വർഗം അവൻ്റെ മുന്നിൽ ഓപ്പണായി നിൽക്കുന്നതും ഒരു വലിയ കോണി അതിനോട്ട് വെച്ചിരിക്കുന്നതും അതിലേക്ക് ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ദൂതന്മാർ കയറുകയാണ്. ഹല്ലേലൂയ. അതേപോലത്തെ പോർട്ടലുകൾ നിങ്ങൾക്ക് ഓപ്പൺ ആവും. എനിക്കറിയില്ല കേട്ടോ, ആരും സ്വീകരിക്കുന്നെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇന്ന് വരെ കണ്ട സ്വപ്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സ്വപ്നങ്ങൾ സ്വർഗീയ സ്വപ്നങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇന്ന് വരെ കണ്ട ദർശനങ്ങളിൽ നിന്ന് വ്യത്യസ്ത ദർശനങ്ങളിലേക്ക് നിങ്ങൾ പോകും. നിങ്ങൾ ഇന്ന് വരെ കണ്ട ദൂതന്മാരിൽ നിന്ന് വ്യത്യസ്തന്മാരായ ദൂതന്മാർ നിങ്ങളുമായി സംസാരിക്കുവാനും നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് സപ്പോർട്ട് ചെയ്യുവാനും കടന്നു വരും. ദൈവവുമായി മുഖാമുഖം കണ്ടതുപോലെ യാക്കോബ് കണ്ടതുപോലെ ചില ഉടമ്പടികൾ നിങ്ങളുമായി ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യും. ഈ ഉടമ്പടിയിനകത്ത് നീ ഉണ്ടോ? നീ അതിന് തക്കതായ വിശ്വസ്തനാണോ? യാക്കോബ് യഥാർത്ഥത്തിൽ വിശ്വസ്തനായിരുന്നു. ജനന സമയത്തെ ജ്യേഷ്ഠന്റെ കുതികാല് പിടിച്ചവനാണ്. പക്ഷെ അവൻ ലോകപരമായി ജീവിച്ചപ്പോൾ അവൻ കാണിച്ചത് എല്ലാം ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു. ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠാവകാശം അടിച്ചു മാറ്റാനായാലും, അപ്പനിൽ നിന്ന് ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റാനായാലും, അവനെ കൊണ്ട് കഴിയുന്നതിന് അതിൻ്റെ അപ്പുറത്തുള്ള സ്വഭാവം അവൻ കാണിച്ചിട്ടാണ് ഇതെല്ലാം തിരിച്ചെടുത്തിട്ടുള്ളത്.
അതുകൊണ്ട് ദൈവത്തിന് നിശ്ചയമായിട്ട് അറിയാം, അവൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയാൽ 100% വിജയമാണെന്നറിയാം. ഹല്ലേലൂയ. മാമോനിൽ വിശ്വസ്തത കാണിക്കാത്തവന് ദൈവിക കാര്യം കിട്ടിയിട്ട് കാര്യമില്ല. ലോകത്തിൽ വിശ്വസ്തത കാണിക്കാത്ത ദൈവകാര്യം കിട്ടിയിട്ടും കാര്യമില്ല. നിങ്ങളുടെ ചെയ്യുന്ന തൊഴിൽ, നിങ്ങളുടെ കുടുംബജീവിതം, വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസ്തത ആയിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ കർത്താവ് നിങ്ങളുടെ മുന്നിൽ ചില വഴികളെ തുറക്കും. അപ്പാ ഞാനത് ചെയ്തു കൊള്ളാം, അപ്പാ ഞാൻ അതിനു വേണ്ടി നിൽക്കാം, അപ്പാ എന്നെ ഉപയോഗിക്കണമെന്ന് പറയണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നിനക്ക് ഇന്നുള്ളതിൽ വിശ്വസ്തനായിരിക്കണം. ഇന്നുള്ളതിലെ വിശ്വസ്തതയില്ല, ഉപജീവന മാർഗത്തിൽ വിശ്വസ്തതയില്ല, കുടുംബത്തിൽ വിശ്വസ്തതയില്ല, ശുശ്രൂഷയിൽ വിശ്വസ്തതയില്ല, അഭിഷിക്തനോട് ദൈവദാസനോട് വിശ്വസ്തതയില്ല, സഭയോട് വിശ്വസ്തതയില്ല. അങ്ങനെ ഉള്ളവർക്ക് വീണ്ടും വീണ്ടും പുതിയത് കൊടുത്തിട്ട് എന്താണ് പ്രയോജനം? പിന്നെ മനുഷ്യൻ കണക്കാക്കുന്ന വിശ്വസ്തത അല്ല കർത്താവ് കണക്കാക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ, യാക്കോബിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു, ദൈവമേ ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ കൊടുത്തു എന്ന് ചോദിക്കുമായിരുന്നു. ഹല്ലേലൂയ. തന്നോട് ദൈവം പറഞ്ഞതുപോലെ താൻ തുടർന്നുള്ള സമയങ്ങളിൽ വിശ്വസ്തത കാണിച്ച് ദൈവത്തെ മാത്രം സേവിച്ചതുകൊണ്ടും, താൻ കടന്നുപോയ ഭവനക്കാർ അല്ലെങ്കിൽ തൻ്റെ അമ്മാവൻ്റെ ഭവനമൊക്കെ ജാതീയ കുടുംബത്തെക്കാളും ഗതികെട്ട രീതിയിൽ ജീവിക്കുന്ന, വിഗ്രഹങ്ങളെ സേവിക്കുകയും വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന കുടുംബത്തിനകത്തുനിന്നാണ് താൻ ജീവിത പങ്കാളിമാരെ, ഭാര്യമാരെ എടുത്തിട്ടുണ്ടെങ്കിലും തിരിച്ചു മടങ്ങി വന്നപ്പോഴും അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവമായ തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തെ തള്ളിക്കളയാതെ ആ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നതുകൊണ്ട് ആരോടൊക്കെ കർത്താവ് പറയുന്നു, നിന്റെ കുടുംബക്കാരുടെയും ചാർച്ചക്കാരുടെയും ചോദ്യങ്ങൾക്ക് മുന്നേ പോലും പാരമ്പര്യത്തെയും മറ്റുള്ള കാര്യതകളെയും പാരമ്പര്യത്തെയും ലോകപരമായ കാര്യങ്ങളെയും വിട്ടുകളഞ്ഞ് നീ യഥാർത്ഥമായ ദൈവത്തിൽ വിശ്വസ്തത കാണിച്ച വ്യക്തിയാണോ എങ്കിൽ ഈ സീസൺ നിൻ്റെതാണ്. നമ്മൾ പലരും കാണിക്കില്ല. എന്തെന്നറിയാമോ? നമ്മൾ പാരമ്പര്യത്തിലും പോകും, ദൈവസഭയിലും വരും. ദൈവം നിന്നോട് പല കാര്യങ്ങളും സംസാരിക്കും. നിന്നെ എങ്ങനെ ആക്കും, നിന്നെ എങ്ങനെ മാനിക്കും, വളർത്തും, ഇതെല്ലാം ചെയ്യും. ദൈവം ചിലപ്പം നിനക്ക് വേണ്ടി സീസണിൽ നിനക്ക് വേണ്ടി അതിൻ്റെ അടയാളങ്ങളും കാണിക്കും. നിന്നെ കൊണ്ട് കഴിയാത്തത് നിനക്ക് തരും. നിന്റെ സമ്പത്ത് ചിലപ്പം വർദ്ധിപ്പിക്കും, ചിലപ്പോൾ നിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും, നിനക്ക് ഉപജീവന മാർഗങ്ങൾ വർദ്ധിപ്പിച്ച് കാണിച്ചു തരും. ഞാൻ ദൈവമാണെന്ന് ദൈവം വെളിപ്പെടുത്തും. പക്ഷെ നമ്മൾ അപ്പോഴും എന്ത് ചെയ്യില്ല? വിശ്വസ്തത കാണിക്കില്ല. നമ്മൾ കഴിഞ്ഞ നാളിൽ ജീവിച്ചതുപോലെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ജീവിക്കുകയും ലോകത്തെയും സ്നേഹിക്കും, പാരമ്പര്യത്തെയും സ്നേഹിക്കും, ദൈവത്തെയും സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ സീസണിൽ, ദൈവത്തിൻ്റെ നിയോഗത്തിൻ്റെ സീസണിൽ നിനക്കൊന്നും ലഭിക്കില്ല. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം നീ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ എനിക്ക് നന്നായി അറിയാം അപ്പാ, നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് തരാതെ ഒരു കാര്യമില്ല എന്ന്. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് കഴിഞ്ഞ നാളിൽ തന്നതിൻ്റെ നന്മകളെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. ഒരു ദിവസമെങ്കിലും നിനക്ക് മറ്റുള്ളവരുടെ മുന്നേ തല ഉയർത്തി നിൽക്കുവാൻ ഒരു സീസൺ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പോർട്ടൽ നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറകളുടെ ഇടയിൽ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നെ കർത്താവ് ഒരു നിമിഷമെങ്കിലും മാനിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ആരോടൊക്കെ കർത്താവ് വിളിച്ചു പറയുന്നു, ഇനി പാരമ്പര്യത്തെ സ്നേഹിക്കരുത്. നിനക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ? എനിക്ക് പാരമ്പര്യം വേണ്ട കർത്താവേ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സേവിക്കാത്ത സഭകൾ എനിക്ക് വേണ്ട കർത്താവേ. വചനാടിസ്ഥാനത്തിൽ ജീവിക്കാത്ത ആത്മീയ കൂട്ടായ്മ എനിക്ക് വേണ്ട കർത്താവേ. വചനാടിസ്ഥാനത്തിൽ ജീവിക്കാത്ത പാരമ്പര്യം എനിക്ക് വേണ്ട കർത്താവേ. നമ്മളെപ്പോഴും പാടുമല്ലേ, ലോകമെനിക്ക് വേണ്ട, ലോകത്തിൻ മോഹം വേണ്ട. പാടാൻ എളുപ്പമാണ്, അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് ദൈവത്തോട് നടക്കുവാനാണ് പാട്. യാക്കോബിന് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? തൻ്റെ അപ്പൻ്റെ അല്ലെങ്കിൽ തൻ്റെ പിതൃ പാരമ്പര്യത്തിലെ ദൈവമായ യഹോവയെ കളഞ്ഞിട്ട് ജാതികൾ സേവിക്കുന്ന ബാലിനെയോ മറ്റുള്ളവരെയൊക്കെ സേവിച്ച് തൻ്റെ മാമൻ്റെ വീട്ടിലൊക്കെ പ്രസിദ്ധി നേടിയിട്ട് തിരിച്ചു മടങ്ങി വരാമായിരുന്നു. പക്ഷേ ദൈവം തന്നോട് പറഞ്ഞ നിയോഗമോ ദൗത്യമോ നടക്കില്ലായിരുന്നു.
ഹല്ലേലൂയ. തൻ്റെ ബന്ധുക്കളും ചാർച്ചക്കാരും അല്ലെങ്കിൽ മാമനും കുടുംബവും എല്ലാം തന്നെ തകർത്തെറിയുവാൻ നോക്കിയിട്ടും താൻ ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട്, എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ ദൈവം മാത്രമെന്ന് പറഞ്ഞതുകൊണ്ട്, ആ കുടുംബത്തെക്കാളും അവിടെ അടിമ പോലെ ജോലി ചെയ്തവൻ വളർന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ, നീ ഏതു പാരമ്പര്യമാണ് ത്യജിച്ചതെങ്കിലും, നീ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞതെങ്കിലും, ഇനി അങ്ങോട്ട് മടങ്ങിപ്പോയി അവരുടെ മുന്നേ മുട്ട നിൽക്കാതെ, അവരുടെ മുന്നേ യാചിക്കേണ്ട അവസ്ഥ ഉണ്ടാകാതെ നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. പക്ഷെ നീ ഇനി ജീവിക്കുന്നത് ആർക്ക് വേണ്ടി ജീവിക്കണം? ദൈവത്തിന് വേണ്ടി ജീവിക്കണം. നിന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കള്ളമോ കപടമോ ദൈവസന്നദ്ധിയിലോ ലോകത്തിന് മുന്നേ കാണിക്കരുത്. നിന്നെ ആക്കി വച്ചിരിക്കുന്ന സ്ഥലത്തെല്ലാം നീ വിശ്വസ്തത കാണിക്കണം. നിന്റെ സമ്പത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ വ്യക്തിപരമായ ബന്ധത്തിൽ എല്ലാത്തിലും നീ എന്ത് ചെയ്യണം? വിശ്വസ്തത കാണിക്കണം. അങ്ങനെ കാണിച്ച് തിരിച്ച് യാക്കോബ് മടങ്ങി വന്നു. യാബോക്ക് എന്ന കടവിൻ്റെ നടുവ് വെച്ച് ദൈവം വീണ്ടുമായി അവനുമായി ഒരു കണ്ടുമുട്ടൽ നടത്തി. ഒരു രാത്രിയുള്ള ഒരു കണ്ടുമുട്ടൽ, ഒരു എൻകൗണ്ടർ അവനെ ഒരു രാജ്യമാക്കി മാറ്റിയെങ്കിൽ, ഇന്ന് ഇതിനകത്തായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും ദൈവം ഒരു എൻകൗണ്ടർ വച്ചിട്ടുണ്ട്. ഈ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങുന്നതിന് മുന്നേ ഈ ഒക്ടോബർ മാസം തന്നെ ചില വ്യക്തികളുമായി കർത്താവ് ഒരു എൻകൗണ്ടർ വയ്ക്കും. ഒരു രാത്രി പകലാകുന്നതിനിടയിൽ ഒരുവന്റെ പേര് കർത്താവ് മാറ്റിയെങ്കിൽ, ഒരു വ്യക്തിയെ രാജാവാക്കി കർത്താവ് മാറ്റിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജ്യമാക്കി കർത്താവ് മാറ്റിയെങ്കിൽ, എൻ്റെ പ്രിയ ജനമേ, ആരോടൊക്കെ നോക്കി പരിശുദ്ധാത്മാവാൻ ദൈവം ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്നെ മാറ്റുവാൻ എനിക്ക് നിമിഷങ്ങൾ മതി. നിന്റെ ചരിത്രത്തെ മാറ്റുവാൻ എനിക്ക് നിമിഷങ്ങൾ മതി. ആർ യു റെഡി? നീ റെഡിയാണോ? ദൈവം റെഡിയാണ് ചില വ്യക്തികളെ മാറ്റുവാൻ. കർത്താവ് ഇന്ന് പകൽക്കാലം ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. പേര് മാറ്റിയത് മാത്രമല്ല, ചരിത്രത്തെ മാറ്റി. ശത്രുവിന്റെ മുന്നേ പോലും മൗനമാക്കി ശത്രുവിനെ നിർത്തി തന്നെ മാനിച്ചുവെങ്കിൽ, എൻ്റെ പ്രിയ ജനമേ, നിന്നെ നോക്കി ഞാനൊന്ന് പ്രവചിച്ചോട്ടെ. നിന്നെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. ഇതിനകത്തിരിക്കുന്ന വ്യക്തികളുടെ തലമുറകളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. തലമുറകളെ നിങ്ങൾക്കുള്ള കർത്താവ് ചേഞ്ച് ആക്കാൻ പോകുന്നു. നിന്റെ അപ്പനും അമ്മയും വിശ്വസ്തനായിരുന്നത് കൊണ്ട് നീ കർത്താവിന്റെ കരത്തിൽ ആയുധങ്ങളാക്കാൻ പോകുന്നു. കർത്താവ് ചില തലമുറകളെ പുതിയ ഒരു ലെവലിലേക്ക് കയറ്റുവാൻ പോകുന്നു. ഓ അതേപോലെ തന്നെയാണ് കർത്താവ് മറ്റൊരു കാര്യം ചെയ്തിരിക്കുന്നത്. ചില വ്യക്തികളെ ഈ സീസണിന് മുന്നേ കർത്താവ് ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. ചില വ്യക്തികളുമായി എൻകൗണ്ടർ നടത്തും. ചില വ്യക്തികളുമായി ഒരു കൂടിമുടൽ നടത്തും. അതിനെ കർത്താവ് ഒരു റൈറ്റ് പ്ലേസ് ഒരുക്കിയിട്ടുണ്ട്. ഒരു റൈറ്റ് പേഴ്സണെ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു വ്യക്തിയെ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു റൈറ്റ് ടൈം നിനക്ക് വേണ്ടിയുണ്ട്. കർത്താവ് ഒരുക്കിയിരിക്കുന്ന സമയത്തിൽ നിന്ന് ഒരു സെക്കൻഡോ ഒരു മിനിറ്റോ നിന്നിൽ നിന്ന് മാറുകയില്ല. കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമയത്തിൽ നീ എത്തേണ്ട സ്ഥലത്ത് നീ അറിയാതെ എത്തും. നീ കണ്ടുമുട്ടേണ്ട വ്യക്തിയുമായി നീ കണ്ടുമുട്ടിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈ സഭയുടെ അകത്ത് കടന്നു വന്ന വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. ചിലർക്കറിയാം, ഈ ദൈവദാസനെ കണ്ടത് എൻ്റെ സീസൺ ചേഞ്ചാണ്. അങ്ങനെ അറിയാവുന്ന ആരുണ്ട്? ഉണ്ട്. ഹല്ലേലൂയ. എനിക്കറിയാം. ഹല്ലേലൂയ. റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് പേഴ്സൺ ചേർന്ന് നിൽക്കണം. അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് അകലരുത്. നിന്നെ കരം പിടിച്ച് നിന്റെ ഇന്നത്തെ സിറ്റുവേഷനിൽ നിന്ന് പുറത്തെത്തിക്കുവാൻ ആ വ്യക്തിക്ക് മാത്രമേ കഴിയൂ. പല സാഹചര്യങ്ങൾ നിനക്കുണ്ടാകുമായിരിക്കാം.
നിനക്ക് കിട്ടുന്ന ആത്മീക ബന്ധത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ. പല കുറവും ആ വ്യക്തിക്ക് കാണുമായിരിക്കാം. നിന്നെ ആത്മീയ ജീവിതത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയുമായ ബന്ധത്തിന് തള്ളിക്കളയുവാൻ ഒരിക്കലും ചെയ്യരുത്. നിന്നെ ദൈവമായിട്ടാണ് അവിടെ കൊണ്ടുവന്നത്. ദൈവമായിട്ടാണ് ആ കൂട്ടായ്മയുടെ അകത്ത് നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ചിലത് നിന്റെ മുന്നേ ഓപ്പൺ ആവും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ നോക്കുകയാണെങ്കിൽ അറിയാം. കർത്താവ് യോർദാൻ നദിയുടെ കരയിലെത്തി. റൈറ്റ് പ്ലേസ്. യോഹന്നാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കരങ്ങളിലേക്ക് സ്നാനമേറ്റു. റൈറ്റ് പേഴ്സൺ. എന്തിനു വേണ്ടി? അതുവരെ നിന്ന മേഖല തുറന്ന് മാറി ഹെവൻലി പോർട്ടൽ ഓപ്പണായി കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറുവാൻ. റൈറ്റ് ടൈം ആയപ്പോൾ 40 ദിവസം ഉപവസിച്ച് മടങ്ങി വന്നപ്പോൾ കർത്താവ് ദൈവരാജ്യത്തിന്റെ വ്യക്തിയായി മാറിയെങ്കിൽ, ഹേ മനുഷ്യ, ഹേ വ്യക്തിയെ, നിന്നെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, നീ റൈറ്റ് പ്ലേസിലും റൈറ്റ് പേഴ്സണിലുമാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരു റൈറ്റ് ടൈം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആ റൈറ്റ് ടൈം ഈ ഒക്ടോബർ മാസമാണ്. ഈ ഒക്ടോബർ കഴിഞ്ഞ് നവംബറിലേക്ക് കയറുമ്പോൾ ചിലർ ഇന്ന് വരെ കാണാത്ത വലിയ മഹത്വത്തിലേക്ക്, ചിലർ ഇന്ന് വരെ കാണാത്ത ചില വലിയ മഹത്വത്തിലേക്ക്, സാമ്പത്തികമായും ആത്മീകമായും ഭൗതികമായും വലിയ മേഖലകൾ ചിലരുടെ കരങ്ങളിലേക്ക് കർത്താവ് നൽകുവാൻ പോകുന്നു. കാരണം നീ റൈറ്റ് പ്ലേസിൽ വന്നു, റൈറ്റ് പേഴ്സണുമായി നിന്നു, റൈറ്റ് ടൈമിന് വേണ്ടി കാത്തിരുന്നു. ഒന്നും നിന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല എങ്കിലും, ഒന്നും കിട്ടിയില്ലെങ്കിലും കളഞ്ഞിട്ട് പോയില്ല. വീണ്ടും ആരെ നോക്കി പറയുന്നു, കളഞ്ഞിട്ട് പോകാത്തവനെ, ദൈവം നിന്നോട് കൂടെ നിന്ന് ഈ ഒക്ടോബർ മാസം നിനക്കുള്ള ദിവസങ്ങളാണ് തെളിയിക്കുവാൻ പോകുന്നു. ആ റൈറ്റ് ടൈം 2025 ഒക്ടോബർ മാസം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ കഴിയുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് സ്വീകരിച്ചാട്ടെ. ആ റൈറ്റ് ടൈം ഈ ഒക്ടോബർ മാസം 25-ാം തീയതിക്കുള്ളിൽ സംഭവിച്ചിരിക്കും. ഈ ഒക്ടോബർ മാസം 25-ാം തീയതിക്കുള്ളിൽ ചില വലിയ മഹത്വങ്ങൾ, ചില റൈറ്റ് ടൈമുകൾ ഉണ്ടാകുവാൻ പോകുന്നു. കർത്താവ് റൈറ്റ് പേഴ്സണോട് നടത്തിയിട്ട്, റൈറ്റ് പ്ലേസിൽ കൊണ്ട് നടത്തിയിട്ട്, കർത്താവ് പറഞ്ഞതുപോലെ ജീവിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ചില വലിയ മാറ്റങ്ങളെ കർത്താവ് ഈ 25-ാം തീയതിക്കുള്ളിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നവർ മാത്രം ഒന്ന് ആരാധിച്ചാട്ടെ. ഓ റേ ബാബാ ലാഖ ബാദാ രുധാ രാഖ റാദുലേ